നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവൻ പറഞ്ഞില്ലേ അവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. മോനെ വിഷ്ണു, അമ്മയുടെ പ്രാക്കിന് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മകൻ ജയിലിലായെങ്കിൽ എന്ത്, അമ്മ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേ? അമ്മയുടെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ഇല്ലേ? ഇത്രയും ക്രൂരയാവരുതമ്മ. എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. അമ്മ മക്കളെ സ്നേഹിക്കണം, പക്ഷെ അവരുടെ ജീവിതം തകർത്തുണ്ടാവരുത്. നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മമാരെ പോലെ തരം താഴ്ന്നു പോയി എന്റെ അമ്മ. അതുകൊണ്ട് തന്നെ എനിക്കിനി നിങ്ങളെ കാണണ്ട. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാ നിങ്ങള്. വിഷ്ണു, എന്നെ ഇങ്ങനെ തകർത്തത് അമ്മയല്ലേ അമ്മേ? അല്ലേ? കാർത്തിക, അവളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതിന്റെ വിലയായിട്ട് എനിക്ക് കിട്ടിയതായി അറസ്റ്റ്. അമ്മയ്ക്കപ്പൊ ജയിക്കണം. ആ കാർത്തിക അമ്മ അതിനായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആരാ ജയിച്ചേ? ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ കൊലപാതകി. ഇനി രക്ഷിക്കാനെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. തൂക്കുകയറങ്ങി തൂക്കുകയറ്. അമ്മ കനിഞ്ഞു നൽകിയ മരണമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ അനുസരണയോടെ ആ തൂക്കുമരത്തെ അങ്ങ് സ്വീകരിച്ചോളാം. ശാലിനി, മാപ്പ്. സ്വപ്നങ്ങൾ തന്ന് മോഹിപ്പിച്ചേനെ. ഒന്നിച്ചൊരു ജീവിതം കൺമുന്നിൽ കയ്യെത്തു ദൂരത്തെത്തിയിട്ടും നമുക്കതിന് സാധിച്ചില്ലല്ലോ. ഇനിയോട്ട് സാധിക്കൂല. മനസ്സ് തകർന്നാ പോകുന്നേ. അതുകൊണ്ട് തന്നെ ആരോട് യാത്ര ചോദിക്കുന്നില്ല. ഒന്നിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഓടിയില്ലേ? ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ. വിഷ്ണുട്ടാ, തളരരുത്. ഒരു അറസ്റ്റ് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഇത് ചതിയാ. ഇതിൽ നമ്മൾ ഭയന്നു പോയാ പിന്നെ നമ്മളില്ല. ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്. അവരുടെ പിന്നാലെ ഞാനും ഉണ്ടാവും. ഇതിന്റെ സത്യം എന്താണെന്ന് പുറത്തു വരും വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.